Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം ഫസ്റ്റ് സെമസ്റ്ററിലെ ആദ്യത്തെ എക്സാമാണ് റിസർച്ച് മെത്തഡോളജി. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് എയിൽ വരുന്ന ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ സജസ്റ്റ് ചെയ്യാൻ വളരെ പാടാണ്. കാരണം 2 മാർക്സിന് വരാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ വലിയൊരു പേപ്പറിലെ. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് നൽകുന്നത്. നമുക്ക് ടോട്ടൽ 8 ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും കുറച്ച് ക്വസ്റ്റ്യൻസ്. നമ്പർ 1 നിർബന്ധമായും ആദ്യം പഠിക്കേണ്ടത് റിസർച്ച് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചിൽ ഏതെങ്കിലും ഒരെണ്ണമാണ്. അത് ഏതാണ് വരാന്നുള്ളത് പറയാൻ പറ്റില്ല. ടൈപ്സ് ഓഫ് റിസർച്ചിൽ ഒരുപാടുണ്ട്. എസ് എ വരാണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ടോപ്പിക്ക് ഒന്ന് മാറ്റി അവർ പഠിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്സിൽ ഇപ്പോൾ ആക്ഷൻ റിസർച്ച് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങൾ ടൈപ്സ് നോക്കുക, ഒരെണ്ണം അതിൽ നിന്ന് ഇടാറുണ്ട്. നെക്സ്റ്റ് അവിടെ തന്നെ ഉള്ളതാണ് ആ ചാപ്റ്ററിൽ റിസർച്ച് അപ്രോച്ചസിൽ ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ. റിസർച്ച് അപ്രോച്ചസിൽ ഇൻഡക്റ്റീവ് ഉണ്ട്, ഡിഡക്റ്റീവ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് റിസർച്ച് ഡിസൈൻ എന്താണ്, റിസർച്ച് പ്രോബ്ലം ഉണ്ട്, ചിലപ്പോഴാണ് വരാൻ സാധ്യതയുള്ളൂ, എന്തെങ്കിലും നോക്കുക. അതുപോലെ തന്നെ ഹൈപ്പോത്തിസിസ്, ഒരുപാട് ഏരിയാസ് ഉണ്ട്, മാറി മാറി വരുന്നതാണ്. ലിറ്ററേച്ചർ റിവ്യൂ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണൊക്കെയാണ് കാണാറ് കേട്ടോ. അതുപോലെ തന്നെ ബിബ്ലിയോഗ്രഫി എന്താണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് പോപ്പുലേഷൻ എന്താണ്, സെൻസസ് എന്താണ്, ദെൻ സാമ്പിളിംഗ് ആണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നു. സാമ്പിളിങ്ങിലെ ഡിഫറെൻറ്റ് ടൈപ്സ്, അത് എസ് ഐക്ക് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. എസ് ഐക്ക് വന്നില്ലെങ്കിൽ മാത്രം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിൽ ഒരെണ്ണം 2 മാർക്സിന് വരാറുണ്ട്. കൂടുതൽ ഞാൻ എസ് ഐക്കാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നോക്കി വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് ഒപ്റ്റിമം സാമ്പിൾ സൈസ് എന്താണ്, അതുപോലെ തന്നെ സാമ്പിളിംഗ് എറേഴ്സ് എന്താണ്, സൈസ് എന്താണ്, സാമ്പിളിംഗ് എറർ എന്താണ്, പിന്നെ സിസ്റ്റമാറ്റിക് ബയാസ് അതൊന്ന് നോക്കിക്കോ. സിസ്റ്റമാറ്റിക് ബയാസ് എന്താണ്. നെക്സ്റ്റ് വാരിയബിൾ എന്താണ്. വാരിയബിൾസിനെ റിലേറ്റ് ചെയ്തിട്ട് എസ് ഐക്ക് ചോദിച്ചില്ലെങ്കിൽ അത് ഇവിടേക്ക് വരാം. എസ് ഐ പ്രതീക്ഷിക്കുന്ന അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിളിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, അത് നോക്കാം. അതുപോലെ തന്നെ മെഷർമെൻറ്റ് എന്താണ് മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നെ സ്കെയിലിംഗ് ടെക്നിക്സിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും ഇടാറുണ്ട്. സ്കെയിലിംഗ് ടെക്നിക്സിൽ ഇനിയിപ്പോൾ ഓർഡിനൽ, നോമിനൽ അങ്ങനെയും ചോദിക്കാം. അതല്ലെങ്കിൽ സ്കെയിലിംഗ് ടെക്നിക്കിൽ ഒരുപാടുണ്ട് ടൈപ്പുകളെ. ഇപ്പോൾ അതിൽ ലിക്വിഡ് സ്കെയിലോ, ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരുപാടുണ്ട്. കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ ഉണ്ട്, ലിക്വിഡ് സ്കെയിൽ ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. അപ്പോൾ അത് നോക്കി വയ്ക്കുക. പിന്നെ നെക്സ്റ്റ് റിലയബിലിറ്റി എന്താണ്, വാലിഡിറ്റി എന്താണ്, ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാം, നോക്കാം. ദെൻ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡാറ്റയിൽ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, അപ്പോൾ അതൊക്കെ നോക്കാം. പിന്നെ പ്രൈമറി ഡാറ്റ കളക്ഷനിൽ മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ഒബ്സർവേഷൻ എന്താണ്, ഇൻ്റർവ്യൂ, ക്വസ്റ്റ്നെയർ എന്താണ്, നോക്കിക്കോളൂ കേട്ടോ. ക്വസ്റ്റ്നെയർ എന്താണ്,
പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ പൈലറ്റ് സ്റ്റഡി നോക്കി വെച്ചോളൂ. അതുപോലെ തന്നെ പ്ലേജറിസം എന്താണ് നോക്കിക്കോളൂ കേട്ടോ. ജെറിസം എന്താണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ലാസ്റ്റ് ഒരു 2 സജഷനും കൂടി നൽകാനുള്ളത്. അടുത്തതായിട്ട് പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്. അപ്പോൾ ഇത്ര ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ പലതരത്തിലുള്ള അനാലിസിസ് ഉണ്ട്, ഡാറ്റ അനാലിസിസ്, യൂണിവേരിയേറ്റ്, ബൈവേരിയേറ്റ്. അതിൽ നിന്നും ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് സാധ്യതകളുണ്ട് 2 മാർക്സിൻ്റെ ചോദ്യങ്ങളെ. അപ്പോൾ എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് സജഷൻസ് ആണ് ഇവിടെ നൽകിയ. ഇതിൽ ഡാറ്റ അനാലിസിസിൽ അതും നോക്കിക്കോളൂ കേട്ടോ. ബൈവേരിയേറ്റ്, യൂണിവേരിയേറ്റ് ചിലപ്പോൾ അതും എടുത്ത് ചോദിക്കാം. ഇപ്പോൾ ബൈവേരിയേറ്റ് അനാലിസിസ്, യൂണിവേരിയേറ്റ് അനാലിസിസ്, അപ്പോൾ അതും നോക്കിയോളൂ ബൈവേരിയേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ചില സമയത്ത് ഈ പറയുന്ന ചോദ്യങ്ങൾ 5 മാർക്കിൻ്റെയിലേക്കും ഇടാറുണ്ട്. ഇപ്പോൾ റിസർച്ച് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചിൽ ഏതെങ്കിലും ഒരെണ്ണം, അപ്രോച്ചസിൽ ഏതെങ്കിലും ഒരെണ്ണം, റിസർച്ച് ഡിസൈൻ എന്താണ്, പ്രോബ്ലം എന്താണ്, ഹൈപ്പോത്തസിസ്, ലിറ്ററേച്ചർ റിവ്യൂ, ബിബ്ലിയോഗ്രഫി, പോപ്പുലേഷൻ സെൻസസ്, സാമ്പിളിംഗ്, ഒപ്റ്റിമം സാമ്പിൾ സൈസ് എന്താണ്, സാമ്പിളിംഗ് എറർ എന്താണ്, സിസ്റ്റമാറ്റിക് ബയാസ്, വാരിയബിൾ എന്താണ്, മെഷർമെൻറ്റ് എന്താണ്, സ്കെയിലിംഗ് ടെക്നിക്കൽ ഏതെങ്കിലും ഒരെണ്ണം, ലിക്വിഡ് സ്കെയിലൊക്കെ ചോദിക്കാം, റിലയബിലിറ്റി, വാലിഡിറ്റി, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, ഇൻ്റർവ്യൂ, ക്വസ്റ്റ്യൻ, ഒബ്സർവേഷൻ, ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരെണ്ണം, ഡിക്കോട്ടമസോ അങ്ങനെ MCQ ക്വസ്റ്റ്യൻ. പിന്നെ പൈലറ്റ് സ്റ്റഡി, പ്ലേജറിസം, പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, യൂണിവേരിയേറ്റ് അനാലിസിസ് എന്താണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഞാനൊരു ഇതൊക്കെ പ്രതീക്ഷിക്കുന്നത്. സിസ്റ്റമാറ്റിക് ബയാസ് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ, ഒരു ഇതൊക്കെ വരുന്നത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നും മിസ്സായിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം എക്സ്പെക്ട് ചെയ്യുന്നത് ഹൈപ്പോത്തസിസ് ചോദിക്കാറുണ്ട്, പാരാമെട്രിക് പറഞ്ഞു, ഡിസ്ക്രിപ്റ്റീവ് പറഞ്ഞു, പ്ലേജറിസം പറഞ്ഞു. സോ ദാറ്റ്സ് അബൌട്ട് 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ കേട്ടോ. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ സജഷൻസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.